ഹലോ! അങ്ങനത്തെ കല്യാണ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ പെണ്ണിന്റെ വീട് കോഴിക്കോടാണ്, അത്തോളി. അപ്പോൾ കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് നേരത്തെ പോകണം. ഏകദേശം 8:30ക്കൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ റെഡിയായി കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞങ്ങളിവിടെ വന്ന് ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പക്ഷേ കൂടുതലൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ അറിയാമല്ലോ നമ്മൾ കല്യാണ ദിവസം ഒന്നും രാവിലെ ഇത്രയധികം ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ സാരിയൊക്കെ ഇവിടുന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ 4 പേരുടെയും സാരി കളർ ചേഞ്ചാണ്. അതിൽ ശ്രീ വന്നിട്ടില്ല. അപ്പോൾ ശ്രീക്കൊരു യെല്ലോ കളർ സാരിയായിരുന്നു. അങ്ങനെ ദേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഹൈവേക്ക് നടക്കണം. അപ്പോൾ ദേ നമ്മുടെ വീടാണ് കേട്ടത്. അങ്ങനെ ദേ 2 ബസ്സാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്, ഒരു 5 മിനിറ്റ്. അങ്ങനെ ദേ സാരിയൊക്കെ കൊടുത്ത് ഞങ്ങൾ എല്ലാവരും ദേ നടക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ ബസ് നിർത്തിയിട്ട സ്ഥലത്തേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ദേ ഏട്ടനൊക്കെ ദേ ഞങ്ങളുടെ ബാക്കിലാണ് കേട്ടോ വരുന്നത്. അപ്പം ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഏട്ടൻ്റെ റെഡി ആവൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഏട്ടൻ്റെ ചെരുപ്പൊക്കെ വീട്ടിലായിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വേഗം വന്ന് റെഡി ആയതാണ് കേട്ടോ. അത് ഏട്ടൻ പറയാണ് ഞങ്ങളുടെ മുഖത്തൊക്കെ നല്ല ക്ഷീണമുണ്ട് എന്ന്. കാരണം അതിൻ്റെ തലേ ദിവസമാണ് നമ്മൾ ഗോവയിൽ നിന്ന് വന്നത്. അപ്പോൾ അതിൻ്റെ ക്ഷീണവും അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തം ക്ഷീണമാണ്. അപ്പോൾ അതേ രാവിലെ തന്നെ വണ്ടി കയറിയിട്ട് എല്ലാവരും കയറി ഉടനെ തന്നെ ഉറക്കം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ പോകുന്ന സമയത്ത് ഉറങ്ങിയിട്ടില്ല. കല്ലു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കല്ലു ഉറങ്ങി കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ദേ കുറേ ദൂരം ഉള്ളതല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഉറക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ഞങ്ങളിവിടെ പെണ്ണിൻ്റെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ താലികെട്ട് പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അഭിരാമി എന്നാണ് കേട്ടോ പെണ്ണിൻ്റെ പേര്. അപ്പോൾ അഭിരാമിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് താലികെട്ടൊക്കെ. ഇപ്പോഴത്തെ കല്യാണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുവിധം ഹാളിലായിരിക്കും താലികെട്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ അപ്പോൾ ഒരു വീട്ടിൽ താലികെട്ടും കാര്യങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ ദേ 2 ബസ്സാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഇല്ല കേട്ടോ. അപ്പോൾ റിസപ്ഷൻ വേറൊരു ദിവസമാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അതിനായിരിക്കും വരുന്നത്. പിന്നെ ഇതാ ഓരോരുത്തരെയും ഞാൻ എടുത്തു പറയാത്തത് കാരണം എല്ലാം നമ്മുടെ കുടുംബക്കാരാണ്, വേണ്ടപ്പെട്ടവരാണ്. അപ്പം ഇനി ആരുടെയെങ്കിലുമൊക്കെ പേര് വിട്ടുപോയാലും അതും ഒരു വിഷമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനത്തെ ഏകദേശം സമയത്തിനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ മുഹൂർത്തത്തിൻ്റെ ടൈം ആകുമ്പോഴേക്കും പെണ്ണിനെ ഇറക്കണമല്ലോ. അപ്പം ഞങ്ങളിതേ പെണ്ണിനെ ഇറക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയതാണ്. അപ്പോൾ അവിടെ കുറേ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും ദക്ഷിണ കൊടുക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് വേഗം പിന്നെ സമയമില്ല എന്ന് പറഞ്ഞിട്ട് വേഗം ഇറക്കിയിട്ട് ഞങ്ങൾ കൊടുന്നു.
പിന്നെ ഇതേ ബ്ലൂ ഷർട്ടാണ് കേട്ടോ ചന്ദ്രാപ്പൻ. പിന്നെ ഇതാ അജിതമേമ, പിന്നെ ചുപ്പുവിൻ്റെ പെങ്ങള് ആച്ചു, യെല്ലോ സാരി. പിന്നെ സ്റ്റേജിൽ നിൽക്കുന്നത് അഭിരാമിയുടെ അച്ഛനും അമ്മയും പിന്നെ ഏട്ടനും വൈഫും, ഇത്രയും പേരുണ്ട് കേട്ടോ. പിന്നെ ദൃശ്യേച്ചിയും സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ താലികെട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളിവിടെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഫസ്റ്റ് ട്രിപ്പിലിരുന്നത്. പിന്നെ ഇവിടെ ടേബിളൊക്കെ ഇട്ടത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നിയിട്ടോ. നമ്മളവിടെയൊക്കെ സാധാരണ ഇങ്ങനെ നീളനെയല്ലേ ഇടുക, അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, എന്താണെന്നറിയില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അതിൻ്റെ പന്തലിൻ്റെ ഉള്ളിൽ അവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി നിന്നതാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ കയറിയിരുന്നതാണ് കേട്ടോ. പിന്നെ അവിടെ കാര്യമായിട്ടുള്ള ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. കല്ലു രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കല്ലുവിന് ചോറ് കഴിക്കണമെങ്കിൽ തൈര് വേണം. അപ്പോൾ തൈരില്ലാത്തത് കൊണ്ട് തീരെയും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാനും വർഷേച്ചി, അച്ചു, പിന്നെ ഏട്ടൻ, കല്ലു ഞങ്ങളൊരു ടേബിളിലായിരുന്നു. അങ്ങനെ പിന്നെ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ഓരോരോ ടേബിളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഏകദേശം 2 ട്രിപ്പ് ആയപ്പോഴേക്കും ഞങ്ങൾ വന്നവരൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അതേ കല്യാണ ചെക്കനും കല്യാണ പെണ്ണും ഇരുന്നിട്ടുണ്ട്. ഫുഡ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഫുഡ് തന്നെയായിരുന്നു. പിന്നെ പായസം ഒരു വെറൈറ്റി പായസമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് വന്നപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കാൻ പോയിട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ വീട്ടിലെ അംഗങ്ങളെല്ലാവരും. ഇതിലിപ്പോൾ ശ്രീ മാത്രമാണ് ഇല്ലാത്തത്. അപ്പോൾ ശ്രീക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജോലിയുടെ ഭാഗമായിട്ട് UK പോവേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത്. പിന്നെ ഫോട്ടോ എടുക്കാൻ കയറിയാൽ അറിയാലോ, നമ്മുടെ ഇവിടുത്തെ ക്യാമറാമാനും അവിടുത്തെ ക്യാമറാമാനും ഒരു സെക്ഷൻ, പിന്നെ അത് കഴിഞ്ഞാൽ വീഡിയോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ സ്റ്റേജിൽ നിൽക്കേണ്ടതായിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ അവിടെ നിന്ന് വന്ന ഓരോ ഫാമിലിയും ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, എന്നിട്ടൊക്കെയാണ് ഇറങ്ങിയത്. പിന്നെ വീട്ടിൽ കയറാൻ പ്രത്യേകിച്ച് സമയമൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സമയം എല്ലാവരും റിലാക്സ് ചെയ്ത് ഒന്ന് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. കാരണം താലികെട്ടും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ കുട്ടികളാണെങ്കിലും എല്ലാവരും കളിയിലായിരുന്നു. ഞങ്ങൾ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ കല്യാണത്തിൻ്റെ മുൻപുള്ള ഓരോ ഫംഗ്ഷനൊന്നും ഞാനും ഏട്ടനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതിന് മുൻപ് ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അഭിരാമിയുടെ വീട്ടിലേക്ക്. രാവിലെ പോകുമ്പോൾ പിന്നെ ആരും ഡാൻസ് കളിച്ചില്ല. വരുമ്പോൾ കുറച്ച് നേരം ഇവർ ഡാൻസ് കളിച്ചു കേട്ടോ. ഡാൻസൊക്കെ കളിച്ച് വരുമ്പോഴേക്കും പിന്നെ ഞങ്ങളിവിടെ എത്തി. പിന്നെ ഇതേ പെണ്ണും ചെക്കനൊന്നും വന്നിട്ടില്ല, അവർ വരുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഈ കല്യാണ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ റിസപ്ഷൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.